Welcome to Polar Grammar Classes. Today we have active voice and passive voice in future tense. ഫ്യൂച്ചർ ടെൻസിൻ്റെ വിവിധ രൂപങ്ങളിലുള്ള സെൻറ്റൻസുകളെ നമുക്ക് എങ്ങനെ പാസീവ് ഫോമിലേക്ക് മാറ്റാമെന്ന് നോക്കാം. അതിനു മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭ്യമാകും. ഫ്യൂച്ചർ ടെൻസിൻ്റെ ആദ്യത്തെ ടെൻസ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് നമുക്കറിയാം വിൽ ഓർ ഷോൾ പ്ലസ് V1 ഫോം ഓഫ് ദി വെർബ്. ഫോർ എക്സാമ്പിൾ ഗീതു വിൽ സിങ് എ സോങ്. ഇതാണ് ഫ്യൂച്ചർ ടെൻസ്, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ഈ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ പാസീവ് ഫോം നമുക്ക് കണ്ടെത്തണം. പാസീവ് ഫോം എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ആക്സിലറി വെർബ്. ഹിയർ ആക്സിലറി വെർബ് ഈസ് ഷോൾ ഓർ വിൽ. ദെൻ ബി പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ് പ്ലസ് ബൈ പ്ലസ് ഓബ്ജക്റ്റ്. അപ്പം നമുക്കറിയാം സബ്ജക്റ്റ് ഓഫ് ദി ആക്റ്റീവ് വോയിസ് becomes the object of the passive voice and object of the active voice becomes subject of the passive voice. അപ്പോൾ ഇതിനൊരു ചെറിയ ഒരു 3-4 റൂൾസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. റൂൾസ് ഒന്നുകൂടി നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ചേഞ്ച് സബ്ജക്റ്റ് ആൻഡ് ഓബ്ജക്റ്റ്, ദെൻ ആഡ് ആക്സിലറി വെർബ്, ദെൻ യൂസ് V3 ഫോം ഓഫ് ദി വെർബ്, ദെൻ ആഡ് ബൈ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലുള്ള ഒരു സെൻറ്റൻസിനെ അതിൻ്റെ പാസീവ് ഫോമിലേക്ക് മാറ്റുമ്പോൾ വരുന്ന മാറ്റങ്ങളാണ്. ആദ്യം സബ്ജക്റ്റ് എഴുതുന്നു, പിന്നെ ഇവിടുത്തെ ആക്സിലറി വെർബ് ഒന്നുകിൽ ഷോൾ അല്ലെങ്കിൽ വിൽ, അതിൻ്റെ കൂടെ ബി ചേർക്കുന്നു, ദെൻ V3 ഫോം ഓഫ് ദി വെർബ്, then add by, then last object. For example, Geetu will sing a song. A song will be sung by Geetu. Here, Geetu will sing a song. In that sentence, Geetu is the subject, will sing verb, then a song is the object. അപ്പം എ സോങ് ഓബ്ജക്റ്റ് ആണ് ഇതിലെ. അപ്പം പാസീവ് ഫോമിൽ വരുമ്പോൾ അത് സബ്ജക്റ്റ് ആകുന്നു. എ സോങ് വിൽ ബി സങ് ബൈ ഗീതു. നെക്സ്റ്റ് എക്സാമ്പിൾ, റാണി വിൽ ടീച്ച് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് വിൽ ബി ടോട്ട് ബൈ റാണി. തേർഡ് സെൻറ്റൻസ്, ദേ വിൽ പ്ലേ ക്രിക്കറ്റ്. ക്രിക്കറ്റ് വിൽ ബി പ്ലേഡ് ബൈ ദം. I shall drink tea. Tea will be drunk by me. നമ്മൾ സബ്ജക്റ്റിന് വരുന്ന മാറ്റങ്ങളും പഠിച്ചായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോസ് ഒന്നുകൂടി നോക്കിക്കഴിഞ്ഞാൽ ആ സബ്ജക്റ്റിന് വരുന്ന മാറ്റങ്ങൾ മനസ്സിലാകും. അനദർ എക്സാമ്പിൾ, ഹി വിൽ ഇൻവൈറ്റ് ദം. ദേ വിൽ ബി ഇൻവൈറ്റഡ് ബൈ ഹിം. യു വിൽ ബൈ എ മൊബൈൽ ഫോൺ. എ മൊബൈൽ ഫോൺ വിൽ ബി ബോട്ട് ബൈ യു. ഇതാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ഈ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന് നമ്മൾ പാസീവ് ഫോം കണ്ടെത്തി. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷോൾ പ്ലസ് ബി പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ് പ്ലസ് ബൈ പ്ലസ് ഓബ്ജക്റ്റ്. ഇതാണ് അതിൻ്റെ ഫോം. ഇനി അടുത്ത സെൻറ്റൻസ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഈസ് നോട്ട് യൂസ്ഡ് ഇൻ പാസീവ് വോയിസ്. ഈ ടെൻസ് നമ്മൾ പാസീവ് വോയിസിൽ ഉപയോഗിക്കത്തില്ല. മൂന്നാമത്തെ ഫ്യൂച്ചർ ടെൻസിൻ്റെ പാർട്ട് എന്ന് പറയുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് അത് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് നമുക്ക് കിട്ടുന്നത് വിൽ ഓർ ഷോൾ പ്ലസ് ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ്. വിൽ ഓർ ഷോൾ പ്ലസ് ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ്. ഫോർ എക്സാമ്പിൾ, ഗീതു വിൽ ഹാവ് സങ് എ സോങ്. ഗീതു വിൽ ഹാവ് സങ് എ സോങ്. അപ്പോൾ ഇതിൻ്റെ പാസീവ് ഫോം നമുക്ക് നോക്കാം. ഇതിൻ്റെ പാസീവ് ഫോം കിട്ടണമെങ്കിൽ ആദ്യം സബ്ജക്റ്റ് പ്ലസ് ഷോൾ ഓർ വിൽ പ്ലസ് ഹാവ് ബീൻ പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ് പ്ലസ് ബൈ പ്ലസ് ഓബ്ജക്റ്റ്. ആദ്യം സബ്ജക്റ്റ് എഴുതുന്നു. അതായത് ആക്റ്റീവ് വോയിസിലെ ഒബ്ജക്റ്റാണ് പാസീവ് വോയിസിലെ സബ്ജക്റ്റ്. അപ്പം ആ സബ്ജക്റ്റ് നമ്മൾ എഴുതുന്നു. അതിനുശേഷം ആക്സിലറി വെർബാണ്. ഇവിടെ ആക്സിലറി വെർബ് ഷോൾ ഓർ വിൽ. അപ്പോൾ ഈ ആക്സിലറി വെർബിന് ശേഷം പിന്നെ നമ്മൾ ഹാവ് ബീൻ കൂട്ടിച്ചേർക്കുന്നു. ഹാവ് ബീൻ പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ്
plus by plus object. ഇപ്പം ഗീതു will have sung a song. That can be changed to a song will have been sung by Geetu. A song will have been sung by Geetu. Next example. Rani will have taught English. English will have been taught by Rani. Next example. They will have played cricket. Cricket will have been played by them. Cricket will have been played by them. I shall have drunk tea. Tea will have been drunk by me. Tea will have been drunk by me. He will have invited them. They will have been invited by him. They will have been invited by him. You will have bought a mobile phone. A mobile phone will have been bought by you. ഇനി അടുത്ത സെൻറ്റൻസ്, ഇതിപ്പോൾ നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് കഴിഞ്ഞു. ഇനി അടുത്ത ടെൻസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ദിസ് ടെൻസ് ഈസ് നോട്ട് യൂസ്ഡ് ഇൻ പാസീവ് വോയിസ്. അപ്പം ഈ ടെൻസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ പാസീവ് ഫോമില ഉപയോഗിക്കുന്നില്ല. അപ്പം ഫ്യൂച്ചർ ടെൻസിൻ്റെ രണ്ട് ടെൻസുകൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസും ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസും. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ പാസീവ് ഫോമിലേക്ക് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? സബ്ജക്റ്റ് പ്ലസ് ആക്സിലറി വെർബ്. ആക്സിലറി വെർബ് ഈസ് ഷോൾ ഓർ വിൽ പ്ലസ് ബി പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ് പ്ലസ് ബൈ പ്ലസ് ഓബ്ജക്റ്റ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് വരുമ്പോഴത്തേക്കും നമ്മളത് സബ്ജക്റ്റ് പ്ലസ് ഷോൾ ഓർ വിൽ പ്ലസ് ഹാവ് ബീൻ പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ് പ്ലസ് ഓബ്ജക്റ്റ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഈ രണ്ട് ടെൻസിൻ്റെയും പാസീവ് ഫോം കണ്ടെത്തി. Today we can stop here. Okay.